തൃശൂർ കോതപ്പറമ്പിൽ സ്കൂളിൽ മോഷണമുണ്ടായി. വാസുദേവ വിലാസം LP സ്കൂളിലെ ഉച്ചക്കഞ്ഞിക്കുള്ള അരിയും കറിമസാലകളും പാത്രങ്ങളുമാണ് കവർന്നത്. സ്കൂളിലെ പാചകപ്പുരയും സ്റ്റോർ മുറിയും കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. സ്റ്റോർ മുറിയിലുണ്ടായിരുന്ന 5 ചാക്ക് അരിയാണ് നഷ്ടപ്പെട്ടത്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, കുട്ടികൾക്കുള്ള അരിയും മസാലയും ഒക്കെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ഇത് എപ്പോഴാണ് ഇത് സംഭവം ഉണ്ടായത്? സ്മൃതി, ഒരു കൊടുംചതി എന്ന് പറയേണ്ടി വരും. വാസുദേവ വിലാസം സ്കൂളിലെ 150ഓളം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന അരിയും അതും മറ്റു പലചരക്ക് സാധനങ്ങളും പാത്രങ്ങളുമാണ് പ്രധാനമായും മോഷ്ടിച്ചത്. ഇന്ന് രാവിലെ സ്കൂളിലെ ജീവനക്കാർ വന്ന് ഇപ്പോൾ കാണുന്നത് ഈ പലചരക്ക് സാധനങ്ങളും പാത്രങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഡോറ് തുറന്നു കിടക്കുന്നതാണ്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് വലിയ ചരക്കുകൾ, അതായത് കുട്ടികൾക്ക് ഭക്ഷണം വയ്ക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ചരക്കുകൾ, പാത്രങ്ങൾ, കെറ്റിലുകൾ, മിക്സി ഉൾപ്പെടെ 5 ചാക്ക് അരി, മറ്റു പലചരക്ക് സാധനങ്ങൾ, കറി മസാലകൾ ഉൾപ്പെടെ ഇവിടെ മോഷണം പോയിരിക്കുന്നു. പിന്നീട് ഇന്ന് ഉച്ചയ്ക്ക് ഇതുകൊണ്ട് തന്നെ ഭക്ഷണം വയ്ക്കാൻ കുട്ടികൾക്കില്ല. അതുകൊണ്ട് തന്നെ ബ്രെഡും പഴവുമാണ് കുട്ടികൾക്ക് നൽകുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. പോലീസ് സമീപ പ്രദേശങ്ങളിൽ CCTV ഒക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇത് വാഹനത്തിലാണ് കൊണ്ടുപോകാൻ സാധ്യത. ചാക്ക് അരി, നിരവധി ചാക്ക് അരിയും അതുപോലെ തന്നെ പാത്രങ്ങളുള്ളതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിലൂടെ ഈ വാഹനം കടന്നുപോയിട്ടുണ്ടെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും വലിയ ചതിയായി പോയി. ഇന്ന് ഉച്ചയ്ക്ക് കുട്ടികൾക്ക് അരിഭക്ഷണം ലഭിക്കാത്ത സ്ഥിതിയാണ്. ബ്രെഡും പഴവും കൊണ്ട് തൃപ്തിപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. സ്മൃതി, സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ഇതിപ്പോൾ അന്വേഷണമോ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് സംബന്ധിച്ച് പല സൂചനയുണ്ടോ ജേസൺ? സ്വാഭാവികമായും ഇത്തരത്തിൽ പല രീതിയിലും മറ്റു പല സ്ഥലങ്ങളിലും ഭക്ഷണം വയ്ക്കാനൊക്കെ ആയിട്ട് കരാറെടുക്കുന്നവർ, അത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും പോലീസ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പണം തേടി വന്ന ഒരു കള്ളനല്ല, മാത്രമല്ല പാത്രങ്ങൾ ഉൾപ്പെടെ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് പിടികൂടാനാകുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ട്. 5 ചാക്ക് അരിയും പലചരക്ക് സാധനങ്ങളും പാത്രങ്ങളും ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഭാഗത്തേക്ക് ഈ പാത്രങ്ങൾ കൊണ്ടുപോകുന്നതിന് സ്കൂളിലെ പേരൊക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമായും ഈ പാത്രങ്ങളിലൊക്കെ സ്കൂളിൻ്റെ പേര് ചേർത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു LP സ്കൂളിലെ ഒരു സംഭവമായതുകൊണ്ട് തന്നെ പോലീസ് അതീവ ഗൗരവത്തോടെയാണ് ഈ വിഷയം എടുത്തിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിൽ CCTV ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്, ക്രൂരമായ കാര്യമാണ്. കുട്ടികൾക്കുള്ള ഉച്ചക്കഞ്ഞിക്കുള്ള അരിയും സാധനങ്ങളുമാണ് ഇപ്പോൾ മോഷ്ടാവ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ജേസൺ ചാമോളപ്പിലാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.